എനിക്ക് അയാളുടെ പൂർണ്ണമായ രൂപം കിട്ടണം. പിന്നെ വരയ്ക്കാനൊന്നുമില്ല, ഇതേ ജയിലിലൊന്ന് പോയതാ. പിന്നെ ഒരുറപ്പിന് നെറ്റിക്ക് നല്ല പൊക്കമുണ്ട് സാറേ. കണ്ണിട്ട് ഉരിഞ്ഞതാ. ഉരികത്തധികം രോഗമൊന്നും കേട്ടോ. സാർ, ചിത്രം വരച്ചു കഴിഞ്ഞു. കുടിച്ചു കുടിച്ച് അയാൾക്ക് തലയ്ക്ക് വെളിവില്ലാതെ അയാൾ പറഞ്ഞു, ഞാൻ വരച്ചു. ഇനി സാറിന് തീരുമാനിക്കാം. ആ സാറ് തന്നെയാ. ചതിച്ചവർ കുറച്ചു കാലം ചിരിക്കും. ചിലപ്പോൾ നമ്മളെ പൊട്ടനെന്ന് തരും. അവർ കരയുന്നത് ഒരുപാട് ആളുകൾ കാണും. എല്ലാ കാലത്തും സ്നേഹം കൊണ്ടാ മനുഷ്യൻ ചതിക്കപ്പെട്ടിട്ടുള്ളത്. സ്നേഹിച്ചില്ലെങ്കിലും സ്നേഹം കൊണ്ട് ആരെയും വഞ്ചിക്കാനില്ല. പോളിനെ സ്നേഹിച്ചു, വിശ്വസിച്ചു, മനസ്സിൽ അത്രമാത്രം ഇടപെട്ടു. പിന്നീട് അയാൾ ചതിക്കുകയാണെന്നറിഞ്ഞപ്പോൾ മനസ്സ് വല്ലാതെ തകർന്നു. അർഹതയില്ലാത്തവനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതെന്ന് അന്ന് ഞാൻ പഠിച്ചു. നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനുള്ള ദിവസങ്ങളായിരുന്നു പിന്നീട്. പോളിനെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിക്കൊണ്ട് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഞാൻ ജയിച്ചു. ഇപ്പോൾ ഛായാചിത്രത്തിൽ പോലും എൻ്റെ രൂപമല്ല. ഞാൻ ചെയ്തത് എല്ലാം ശരിയാണെന്നും വിജയിച്ചു എന്ന് തോന്നിയ നിമിഷം വിധി എന്നെ തോൽപ്പിച്ചു. ഏത് നിമിഷവും ഭരണം എന്നെ കൂട്ടിക്കൊണ്ടു. അനുഭവത്തിൽ നിന്ന് എല്ലാവരും പോളിനെ പോലാണെന്ന് വിചാരിച്ചു. അല്ലെന്ന് മാഷ് തെളിയിച്ചു. മഴത്തുള്ളികൾ കായലിലും കടലിലും ആറ്റിലുമൊക്കെ വീഴും. പക്ഷേ കിണറ്റിലെ വെള്ളമാണ് എല്ലാവരും കുടിക്കുന്നത്. കിണറ്റിലെ വെള്ളം പോലെയാണ് മാഷ്. ഇപ്പൊ ഒന്നും മനസ്സിലായി. ചതിച്ചവരെ തിരിച്ച് നമ്മൾ ദ്രോഹിക്കാതിരുന്ന വിധി ഒരിക്കലും നമ്മളെ തോൽപ്പിക്കില്ല. അതാണ് ജീവിതം.